മലങ്കര സുറിയാനി കത്തോലിക്ക സഭാ വാർത്തകളിലേക്ക് സ്വാഗതം. CBCIക്ക് പുതിയ നേതൃനിര. ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ 2026-28 വർഷത്തേക്കുള്ള പുതിയ നേതൃനിരയെ ഫെബ്രുവരി 4 മുതൽ 10 വരെ ബംഗളൂരു സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജ് ഹാളിൽ വെച്ച് നടത്തപ്പെട്ട സമ്മേളനത്തിൽ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി ഹൈദരാബാദ് മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പ് അഭിമന്യ കർദിനാൾ ആന്റണി പോളയെയും വൈസ് പ്രസിഡന്റുമാരായി തിരുവല്ല അതിഭദ്രാസന അധ്യക്ഷൻ അഭിമന്യ തോമസ് മാർ കൂർലോസ് മെത്രാപൊളിറ്റൻ ആർച്ച് ബിഷപ്പ്, കോട്ടയം അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിമന്യ മാത്യു മൂലക്കാട്ട് എന്നിവരെയും സെക്രട്ടറി ജനറലായി ഡൽഹി അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിമന്യ അനിൽ കൂട്ടോയെയും തെരഞ്ഞെടുത്തു. കൂടാതെ മാർത്താണ്ഡം ഭദ്രാസന അധ്യക്ഷൻ അഭിമന്യ വിൻസെന്റ് മാർ പൗലോസ് മെത്രാപൊലിത്തയെ ലേബർ ആൻഡ് മൈഗ്രേഷൻ CBCI ചെയർമാനായും മാവേലിക്കര ഭദ്രാസന അധ്യക്ഷൻ അഭിമന്യ മാത്യൂസ് മാർ പോളികാർപ്പസ് മെത്രാപൊലിത്തയെ എക്യുമിനിസം ആൻഡ് ഡയലോഗിന്റെ CBCI വൈസ് ചെയർമാനായും കൂരിയ മെത്രാൻ അഭിമന്യ ആന്റണി മാർ സിൽവാനസ് എപ്പിസ്കോപ്പയെ പ്രീസ്റ്റ് ആൻഡ് NVSCയുടെ CBCI വൈസ് ചെയർമാനായും കാരിത്താസ് ഇന്ത്യ ചെയർമാനായി ഇംഫാൽ അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിമന്യ ലിനസ് നെലി മെത്രാപൊലിത്തയെയും കാരിത്താസ് ഇന്ത്യയുടെ ഗവേണിംഗ് ബോഡി മെമ്പറായി മൂവാറ്റുപുഴ ഭദ്രാസന അധ്യക്ഷൻ അഭിമന്യ യൂഹാനൻ മാർ തേഡോഷ്യസ് മെത്രാപൊലിത്തയെയും തെരഞ്ഞെടുത്തു. മതപരിവർത്തന നിരോധന നിയമങ്ങൾ പിൻവലിക്കണമെന്ന് CBCI. വിവിധ സംസ്ഥാനങ്ങൾ പാസാക്കിയ മതപരിവർത്തന നിരോധന നിയമങ്ങൾ പിൻവലിക്കണമെന്ന് CBCI. ബംഗളൂരു സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജ് ഹാളിൽ ഫെബ്രുവരി 10 സമാപിച്ച 37ാമത് ജനറൽ ബോഡി സമ്മേളനമാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. നിർബന്ധിത മതപരിവർത്തനം നടത്തിയെന്ന അടിസ്ഥാനരഹിതാരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ നിരപരാധികളായ നിരവധി വ്യക്തികൾ തടവിലാക്കപ്പെടുകയാണെന്ന് CBCI ചൂണ്ടിക്കാട്ടി. സ്വീകരണം നൽകി. CBCI 1ാം വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട തിരുവല്ല അതിഭദ്രാസന അധ്യക്ഷൻ അഭിമന്യ തോമസ് മാർ കൂർലോസ് മെത്രാപൊളിറ്റൻ ആർച്ച് ബിഷപ്പിന് തിരുവല്ല അതിഭദ്രാസനം ഫെബ്രുവരി 11 തിരുവല്ല ബിഷപ്സ് ഹൗസിൽ വെച്ച് സ്വീകരണം നൽകി. ക്രമീകരണങ്ങൾക്ക് അഭിമന്യ കുര്യാക്കോസ് മാർ ഒസ്താത്തിയോസ് എപ്പിസ്കോപ്പ, മുഖ്യ വികാരി ജനറൽ ഫാദർ ഡോക്ടർ ഐസക് പരപ്പള്ളിൽ, പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ വർഗീസ് കെ ചെറിയാൻ, ചാൻസലർ ഫാദർ ജോസ് മണ്ണൂർ കിഴക്കേതിൽ, കത്തീഡ്രൽ വികാരി ഫാദർ മാത്യു പുനക്കുളം, PRO ഫാദർ സന്തോഷ് അഴകത്ത് എന്നിവർ നേതൃത്വം നൽകി. ബദനി ആയുർവേദ ഹോസ്പിറ്റലിന് തുടക്കമായി. ബദനി മിശിഹാനുകരണ സന്യാസിനി സമൂഹം പത്തനംതിട്ട പ്രൊവിൻസിന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി 11 ഹരിപ്പാട് പള്ളിപ്പാടിൽ ബദനി ആയുർവേദ ഹോസ്പിറ്റൽ ആരംഭിച്ചു. കർമ്മപദ്ധതി ഉദ്ഘാടനം ചെയ്തു. MCYM അഞ്ചൽ വൈദിക ജില്ലയുടെ ഈ വർഷത്തെ കർമ്മപദ്ധതിയുടെ ഉദ്ഘാടനവും ആരാധനക്രമവർഷ യുവജന സംഗമവും അഞ്ചൽ മീൻകുളം സെന്റ് മേരീസ് ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. വൈദിക ജില്ലാ പ്രസിഡന്റ് ശ്രീ ജോയ്മോൻ അയ്യനേത്ത് അധ്യക്ഷത വഹിച്ച യോഗം അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി KK ജ്യോതി ഉദ്ഘാടനം ചെയ്തു. വൈദിക ജില്ലാ വികാരി ഫാദർ ബോവസ് മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. ഫാദർ ഡോക്ടർ ജോളി കരിമ്പിൽ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. MCYM മേജർ അതിഭദ്രാസന ഡയറക്ടർ ഫാദർ ജോഷ കൊച്ചുവടയിൽ, മേജർ അതിഭദ്രാസന ആരാധനക്രമ വർഷ കോർഡിനേറ്റർ ഫാദർ റഞ്ജി മണിപ്പറമ്പിൽ, വൈദിക ജില്ലാ ഡയറക്ടർ ഫാദർ ക്രിസ്റ്റി ചരുവിള, ഫാദർ ജോസഫ് തോട്ടത്തിൽ കടയിൽ, ഫാദർ ജോസഫ് വടക്കേടത്ത്, ആനിമേറ്റർ സിസ്റ്റർ ഷെറിൻ തെരേസ DM എന്നിവർ സന്നിഹിതരായിരുന്നു. അവാർഡ് കരസ്ഥമാക്കി. കേരളത്തിലെ ഏറ്റവും മികച്ച വിദ്യാലയത്തിന് 2025-26 KCBC വിദ്യാഭ്യാസ കമ്മീഷൻ അവാർഡ് നേടി തിരുവല്ല തിരുമൂലപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം.